പണ്ട് ഒരാൾ ഒരു സ്ത്രീയെ അതിസുന്ദരമായി പ്രണയിച്ചു. മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് അതിസുന്ദരിയായി അവൾ അയാളുടെ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിന്നു. അവളില്ലാതെ അയാൾക്കൊരു ജീവിതമില്ലാന്ന് അയാൾക്ക് തോന്നി തുടങ്ങി. അവസാനം അയാൾ അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. അവൾ നിഷ്കരുണം നിരസിച്ചു. കാരണം അവളൊരു സാധാരണ സ്ത്രീയല്ലായിരുന്നു, ഒരു സന്യാസിനിയായിരുന്നു. അവളുടെ ലക്ഷ്യം മറ്റെന്തോ ആയിരുന്നു. പക്ഷേ അയാൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അയാൾ അവളെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. അയാളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ അയാളുടെ ഈ ഒരു ദാരുണമായ അവസ്ഥക്ക് അവളാണ് കാരണം എന്ന തോന്നലിൽ നിന്ന് അവളുടെ മനസ്സ് അലിഞ്ഞു തുടങ്ങി. ഒരു ദിവസം അയാളോട് പറഞ്ഞു, കുറച്ച് ദിവസത്തിന് എന്നെ ശല്യം ചെയ്യരുത്, നിങ്ങൾ എന്നെ കാണാൻ വരരുത്. ഈ ദിവസങ്ങൾ അത്രയും നിങ്ങൾ എന്നെക്കുറിച്ച് ചിന്തിക്കാം, പക്ഷേ എന്നെ കാണാൻ ശ്രമിക്കുക പോലും ചെയ്യരുത്. ആ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ പ്രണയം നിങ്ങളോട് പറയും. അങ്ങനെ അയാൾ ക്ഷമയോടുകൂടി കാത്തിരുന്നു. ആ ദിവസം വന്നെത്തി. അവളുടെ അടുത്തേക്ക് പ്രണയപരവേശനായ അയാൾ ഓടിയെത്തി. എന്നാൽ അവളുടെ കോലം കണ്ട് അയാൾ ഞെട്ടി. അത് തൻ്റെ പ്രണയിനിയല്ലാന്ന് അയാൾ വാദിച്ചു. പക്ഷേ അവൾ തെളിവുകളുമായി എത്തി. അയാൾ ശരിക്കും അത്ഭുതപ്പെട്ടു. അവൾ ആകെ ശോഷിച്ചിരിക്കുന്നു. എന്തോ മാരകമായ അസുഖം ബാധിച്ച പോലെ അവൾക്ക് ക്ഷീണം വന്നിരിക്കുന്നു. അയാൾക്ക് അവളോടുള്ള താല്പര്യം നന്നേ കുറഞ്ഞു. അയാൾ ആ പ്രണയബന്ധത്തിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറായി. കാണാതിരുന്ന അത്രയും ദിവസം അവൾ തൻ്റെ ശരീരത്തിൽ നിന്ന് എല്ലാ കൊഴുപ്പുകളും നീക്കാൻ വേണ്ടിയിട്ട് വയറിളക്കാനും ഛർദ്ദിക്കാനുമുള്ള ഗുളികകളും മരുന്നുകളും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതെല്ലാം പുറന്തള്ളി കഴിഞ്ഞപ്പോൾ അവൾ ഒരു പേക്കോലമായി മാറി. ആരെയും ആകർഷിക്കാത്ത വിധം അവൾ ക്ഷീണിച്ചു പോയി. തൻ്റെ ശരീരത്തിൽ നിന്ന് പുറംതള്ളിയ മാലിന്യങ്ങൾ അത്രയും അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് അയാൾക്ക് നേരെ കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഈ ദുർഗന്ധം വമിക്കുന്ന എൻ്റെ ശരീരത്തിലെ ദുർമേജസ്സിനോടായിരുന്നു നിങ്ങളുടെ പ്രണയം. ഇന്ന് ഞാനതെല്ലാം പുറംതള്ളിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രണയവും അസ്തമിച്ചു. ലൈഫിൽ എന്തിനോടെങ്കിലും അമിതമായി പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ, ഒബ്സഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു കഥ ആലോചിച്ചാൽ മതി. കാരണം എല്ലാ സന്തോഷങ്ങൾക്കപ്പുറം ഇച്ചിരി സാഡ് റിയാലിറ്റീസും കൂടിയുണ്ട്. ഹോപ്പ്, ഫെയ്ത്ത്, പേഷ്യൻസ്, ഇതൊക്കെ കൊണ്ട് ഒരു പരിധിവരെ നമ്മൾ സന്തോഷങ്ങൾ റീഗെയിൻ ചെയ്യാൻ പറ്റും. That is life. So accept it in the way it is.